എനർജി, ലവ്, ബ്ലെസ്, കോൺഷ്യസ്നെസ്സിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് 3 പ്രതിമകളുടെ ഒരു കഥയാണ്. കാഴ്ചയിൽ ഒരേപോലെയുള്ള 3 പ്രതിമകൾ, പക്ഷേ അവയുടെ വില 3 അതെങ്ങനെ സാധ്യമാകും? യഥാർത്ഥ മൂല്യം എന്താണെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഈ കഥയിലേക്ക് നമുക്ക് കടക്കാം. ഒന്നാലോചിച്ചു നോക്കൂ, രൂപത്തിലോ വലിപ്പത്തിലോ ഭാരത്തിലോ ഒരു മാറ്റവുമില്ലാത്ത, ഒരേ അച്ചിൽ വാർത്തതുപോലെയുള്ള 3 പ്രതിമകൾ. എന്നിട്ടും എങ്ങനെയാണ് അവയ്ക്ക് 3 വ്യത്യസ്ത വിലകൾ വരുന്നത്? ഈയൊരു ചോദ്യമാണ് നമ്മുടെ ഇന്നത്തെ ഈ കഥയുടെ കാതൽ. നമുക്കിതിന്റെ ഉത്തരം കണ്ടെത്താം. നമ്മുടെ കഥ തുടങ്ങുന്നത് ഒരു രാജ്യത്താണ്. അവിടത്തെ രാജാവിന് ഒരു ദിവസം വളരെ വിശിഷ്ടമായ ഒരു സമ്മാനം കിട്ടുകയാണ്. എന്താണെന്നല്ലേ? കാഴ്ചയിൽ ഒരുപോലെ ഇരിക്കുന്ന 3 സ്വർണ്ണപ്രതിമകൾ. പക്ഷേ ആ സമ്മാനത്തിനൊപ്പം ഒരു വലിയ രഹസ്യവും ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. അതെ, 3 സ്വർണ്ണപ്രതിമകൾ. രൂപത്തിലും വലിപ്പത്തിലും ഭംഗിയിലുമെല്ലാം ഒരേപോലെ. ഒറ്റനോട്ടത്തിൽ ഒരു വ്യത്യാസം പോലും കണ്ടെത്താനാവില്ല. എന്നിട്ടും അവയുടെ മൂല്യം തികച്ചും വ്യത്യസ്തമായിരുന്നു. ഈ രഹസ്യം കണ്ടെത്തുക എന്നതായിരുന്നു രാജാവിനു മുന്നിലുണ്ടായിരുന്ന ആ വെല്ലുവിളി. രാജസദസ്സിലെ പലരും ആ വെല്ലുവിളി ഏറ്റെടുത്തു. പക്ഷെ ആർക്കും അതിന്റെ രഹസ്യം കണ്ടെത്താനായില്ല. അപ്പോഴാണ് വിവേകിയായ ഒരു മന്ത്രി മുന്നോട്ട് വരുന്നത്. അദ്ദേഹത്തിന്റെ കയ്യിലാണെങ്കിൽ വളരെ ലളിതമായൊരു ഉപകരണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു നേർത്ത കമ്പി മാത്രം. ആ വലിയ രഹസ്യത്തിന്റെ ചുരുളഴിക്കാൻ ആ ചെറിയ കമ്പി ധാരാളമായിരുന്നു. മന്ത്രി ചെയ്തതെന്താണെന്നറിയാമോ? വളരെ സിമ്പിളായിരുന്നു. അദ്ദേഹം ആ നേർത്ത കമ്പിയെടുത്ത് ഒന്നാമത്തെ പ്രതിമയുടെ ഒരു ചെവിയിലൂടെ അകത്തേക്ക് കടത്തി. അപ്പോൾ അത് മറ്റേ ചെവിയിലൂടെ പുറത്തുവന്നു. ഇനി രണ്ടാമത്തെ പ്രതിമയിലോ? അതേപോലെ ചെവിയിലൂടെ കമ്പി കടത്തിയപ്പോൾ അത് പുറത്തുവന്നത് വായിലൂടെയാണ്. എന്നാൽ മൂന്നാമത്തെ പ്രതിമയുടെ കാര്യത്തിൽ സംഭവിച്ചത് ശരിക്കും അത്ഭുതപ്പെടുത്തി. ചെവിയിലൂടെ കടത്തിയ കമ്പി പുറത്തേക്ക് വന്നതേയില്ല. അത് പ്രതിമയുടെ ഉള്ളിലേക്ക് ആഴത്തിലിറങ്ങിപ്പോയി. ആ ലളിതമായ പരീക്ഷണത്തിലൂടെ മന്ത്രി ആ വലിയ രഹസ്യം കണ്ടെത്തി. ഈ പ്രതിമകൾ വെറും ശില്പങ്ങളല്ല, അതിലുമുപരി മനുഷ്യ സ്വഭാവത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ളൊരു സത്യമാണവ വെളിപ്പെടുത്തുന്നത്. അതെ, 3 തരം മനുഷ്യരെയാണ് ആ പ്രതിമകൾ പ്രതിനിധീകരിക്കുന്നത്. അപ്പോൾ ആ രഹസ്യത്തിന്റെ ചുരുളഴിഞ്ഞത് ഇങ്ങനെയാണ്. ഒന്നാമത്തെ പ്രതിമ ഒരു ചെവിയിലൂടെ കേട്ട് മറ്റേ ചെവിയിലൂടെ കളയുന്നവരെയാണ് പ്രതിനിധീകരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് മൂല്യം കുറവാണ്. രണ്ടാമത്തേതോ? കേട്ടതെല്ലാം ഉടൻ തന്നെ മറ്റുള്ളവരോട് പറയുന്നവർ. അവർക്ക് ഒരു ഇടത്തരം വില. എന്നാൽ ഏറ്റവും വിലയേറിയ മൂന്നാമത്തെ പ്രതിമയോ? അവരാണ് കേൾക്കുന്ന കാര്യങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവർ, വിലമതിക്കാനാവാത്തവർ. നമുക്ക് ആദ്യത്തെ വിഭാഗത്തെക്കുറിച്ച് കുറച്ചുകൂടി ആഴത്തിൽ ചിന്തിക്കാം. ഇവർ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്, പക്ഷെ ഒന്നിനും ഒരു വിലയും കൽപ്പിക്കുന്നില്ല. കേൾക്കുന്നതൊന്നും അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റവും വരുത്തുന്നുമില്ല. എല്ലാം കേട്ട പാതി കേൾക്കാത്ത പാതി അങ്ങ് പോകുന്നു. ഇനി രണ്ടാമത്തെ തരം ആൾക്കാരെ നോക്കാം. ചെവിയിലൂടെ കേൾക്കുന്നത് നേരെ വായിലൂടെ പുറത്തുവിടുന്നവർ. ഇവർ കേട്ട കാര്യങ്ങൾ ഉടൻ തന്നെ മറ്റുള്ളവരോട് പറഞ്ഞു നടക്കും. ഇവർ സ്വന്തമായി ചിന്തിക്കുന്നവരല്ല, മറിച്ച് കേട്ട കാര്യങ്ങൾ കൈമാറുന്ന ഒരു ഉപകരണം മാത്രമായി മാറുന്നു. ഇവിടെയാണ് വിവരവും ജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലേ? മറ്റൊരാൾ പറഞ്ഞത് അതേപടി ആവർത്തിക്കുന്നത് വെറും ഇൻഫർമേഷൻ അഥവാ വിവരമാണ്. എന്നാൽ സ്വന്തം അനുഭവത്തിൽ നിന്നും ചിന്തയിൽ നിന്നും ഉണ്ടാകുന്ന തിരിച്ചറിവാണ് യഥാർത്ഥ ജ്ഞാനം. രണ്ടാമത്തെ പ്രതിമ പ്രതിനിധീകരിക്കുന്നത് കേവലം വിവരമുള്ളവരെയാണ്, ജ്ഞാനികളെയല്ല. ഇനി ഏറ്റവും മൂല്യമുള്ള വിഭാഗം, ചെവിയിലൂടെ കേൾക്കുന്നത് നേരെ ഹൃദയത്തിലേക്കെടുക്കുന്നവർ. അവരാണ് യഥാർത്ഥ വിവേകികൾ. അവർ അറിവിനെ ശ്രദ്ധയോടെ കേൾക്കുന്നു, അത് ഉൾക്കൊള്ളുന്നു. ആ അറിവ് അവരുടെ ജീവിതത്തെയും ചിന്തകളെയും മാറ്റിമറിക്കാൻ അനുവദിക്കുന്നു. അതുകൊണ്ടാണ് അവർ വിലമതിക്കാനാവാത്തവരാകുന്നത്. എന്തൊരു മനോഹരമായൊരു ചിന്തയാണിതല്ലേ? അറിവ് ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ അത് മൗനമായി മാറുന്നു. ഒരു കാര്യം നമ്മൾ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അത് ലോകത്തോട് വിളിച്ചു പറയേണ്ട ആവശ്യം നമുക്ക് തോന്നില്ല. കാരണം അത് നമ്മുടെ സംസാരത്തിന്റെ അല്ല, നമ്മുടെ സ്വഭാവത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞിരിക്കും. ഈ കഥ നമ്മൾ ഓരോരുത്തർക്കും വേണ്ടിയുള്ളതാണ്. ഇത് വെറുമൊരു കഥയല്ല, മറിച്ച് നമുക്ക് മുന്നിലുള്ള ഒരു തിരഞ്ഞെടുപ്പാണ്. ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട ഒരു വലിയ പാഠം. ഈ കഥയുടെ സന്ദേശം മുഴുവനും ഈ ഒരൊറ്റ വാക്യത്തിലുണ്ട്. സത്യം കേൾക്കുകയല്ല വേണ്ടത്, അത് ഹൃദയത്തിലേക്ക് സ്വീകരിക്കുകയാണ് വേണ്ടത്. കേൾവി മാത്രം പോരാ, അതിനെ ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സുകൂടി നമുക്ക് വേണം. അപ്പോൾ ചോദ്യം നമ്മൾ ഓരോരുത്തരോടുമാണ്. നിങ്ങൾ ഏതു തരം പ്രതിമയാകാനാണ് ആഗ്രഹിക്കുന്നത്? കേട്ടതെല്ലാം മറക്കുന്ന ഒന്നാമത്തെ പ്രതിമയോ? കേട്ടതെല്ലാം അതേപടി പറയുന്ന രണ്ടാമത്തെ പ്രതിമയോ?
അതോ കേൾക്കുന്നത് ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന വിലമതിക്കാനാവാത്ത ആ മൂന്നാമത്തെ പ്രതിമയോ? ആ തീരുമാനം പൂർണ്ണമായും നിങ്ങളുടേതാണ്. ഓർക്കുക, ലോകം എപ്പോഴും നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കേൾക്കാൻ പഠിക്കേ വേണ്ടൂ. നിങ്ങളുടെ കേൾവി വെറും ചെവി കൊണ്ടാവരുത്, അത് ഹൃദയം കൊണ്ടാകട്ടെ. അപ്പോൾ നിങ്ങളും വിലമതിക്കാനാവാത്തവരായി മാറും. ഈ കഥ കേട്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.